ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2025 റിലീസായ ട്രിഗർ എന്നൊരു ആക്ഷൻ ത്രില്ലർ സീരീസാണ്. മൊത്തം 10 എപ്പിസോഡുകളാണ് ഈ സീരീസിലുള്ളത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ലീ പാർക്കിനെ ഷൂട്ട് ചെയ്ത് കൊല്ലും. അതൊക്കെ പ്രസ്സിൽ വർക്ക് ചെയ്യുന്ന ആൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് ന്യൂസ് ചാനലിലെ കൊളീഗ്സിന് കാണിച്ചു കൊടുക്കും. അവൻ്റെ ബോസ് അവനെ അപ്രിഷ്യേറ്റ് ചെയ്യും. ഇനിയും നീ ഇതുപോലെ എക്സ്ക്ലൂസീവായ കണ്ടൻസ് എടുത്താൽ ഞാൻ നിനക്കൊരു സ്ഥാനക്കയറ്റം ഉറപ്പായും തരുമെന്ന് പറയും. ശേഷം കാണിക്കുന്നത് മറ്റേ പയ്യനെയാണ്. എപ്പോഴും ബുള്ളിങ് കിട്ടുന്ന ഒരു പയ്യനില്ലേ, അവൻ ഈ പാർക്കിന് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വെടിവെപ്പ് നടന്നതിനൊക്കെ പറ്റി മറ്റേയാൾ റെക്കോർഡ് ചെയ്ത വീഡിയോ ആയിരിക്കും പുറത്തു വന്നിട്ടുണ്ടാവുക. ഇത് കണ്ട അവൻ ഗൂഗിളിൽ പോയി പർച്ചേസ് എ ഗൺ എന്ന് സെർച്ച് ചെയ്യും. ശേഷം ആ വീഡിയോ ലീക്കായതോടെ ലീയെ ഇൻ്ററോഗേഷൻ റൂമിലിരുത്തി ചോദ്യം ചെയ്യാണ് വേറെ ഓഫീസർമാർ. അപ്പോൾ എവിഡൻസ് റൂമിൽ നിന്നാണ് ആ ഗൺ നിങ്ങൾക്ക് കിട്ടിയതല്ലേ, പക്ഷേ ആ ബുള്ളറ്റ്സ് എവിടെ നിന്ന് വന്നു? അവിടെയുള്ള ഒരു തോക്കിന് ബുള്ളറ്റ്സ് വെക്കാറില്ല. അപ്പോൾ അവൻ കൊടുത്ത മൊഴിയിൽ മൂൺബേക്ക് എന്നൊരാളുടെ കയ്യിലുള്ള ബുള്ളറ്റ്സാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ്. ശേഷം ഡിറ്റക്റ്റീവ് സിഒ ബേക്കിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. നിങ്ങളും മൂൺബേക്കും തമ്മിൽ എന്താ ബന്ധം? അപ്പോൾ ഞാൻ ഇന്നലെയാണ് അവനെ കാണുന്നത്. എന്നിട്ട് അവൻ്റെ റെക്കോർഡ്സ് കാണിച്ചു കൊടുക്കും. നിങ്ങൾ കൊന്ന ആളുകളുടെ ബോഡി കൗണ്ട് 99 ആയിരുന്നു. ഇതോടെ അത് 100 ആയിട്ടുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് ചീഫ് വരും. ലീ, നീ എന്തിനാ അവിടെ ഇരിക്കുന്നത്? പുറത്തോട്ട് വാ. ചീഫ്, ഞങ്ങളിത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സെക്യൂരിറ്റി ഫൂട്ടേജ് കണ്ടതല്ലേ? ഈ ഓഫീസിലുള്ള 30 പേരെയാണ് അവൻ രക്ഷിച്ചത്. ആ നേരത്ത് അവനേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സാർ എന്തൊക്കെ പറഞ്ഞാലും ആ ഗൺ യൂസ് ചെയ്ത് ഒരാളെ ഫയർ ചെയ്ത് കൊല്ലാൻ പറ്റില്ല. ചീഫ്, ഓ അങ്ങനെയാണെങ്കിൽ ഞാനാണ് അവൻ്റെ സുപ്പീരിയർ. ഞാനാണ് ഓർഡർ കൊടുത്തത്. അതിൻ്റെ ചാർജും എനിക്കാണ്. ആരെയെങ്കിലും ശിക്ഷിക്കണമെങ്കിൽ അത് എൻ്റേന്ന് തുടങ്ങുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും. അങ്ങനെ ലീയെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നു. നീ വീട്ടിൽ ചെന്ന് കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തോ എന്ന് പറയും. അങ്ങനെ പോകാൻ നേരം പുറത്ത് ഫുൾ മീഡിയാസാണ്. അപ്പോൾ ആ റെക്കോർഡ് ചെയ്ത ആളടക്കം ചെന്ന് അവനെ പൊതിയും. അങ്ങനെ ലീ ആകെ ഡെസ്പായിട്ടായിരിക്കും ഇരിക്കുന്നത്. ശേഷം സ്കൂളിൽ ബുള്ളീസ് മറ്റേ തടിച്ച പയ്യനെ ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും ടോയ്ലറ്റിൽ വെച്ച്. അവനോട് ഇപ്പോൾ നീ ഒരു ബുള്ളിയാണെന്ന് പറയും. ശേഷം അവൻ ചെന്ന് അവൻ്റെ കൂട്ടുകാരനെ തന്നെ ക്ലാസ്സിൽ വെച്ച് അടിക്കാൻ തുടങ്ങും. നിൻ്റെ അമ്മയുടെ ID കാർഡ് കൊണ്ടുപോയോ എന്ന് പറയും. വളരെ പേടിയോടെയും വിഷമത്തോടെയും ആയിരിക്കും അവനിത് ചെയ്യുന്നത്. അത് മറ്റേവർ ചെയ്യിപ്പിക്കുന്നതാണ്. ശേഷം ലീക്ക് 3 മാസത്തെ സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ടാവും. എങ്കിലും ലീ ഓഫീസിലേക്ക് വന്ന് അതിൻ്റെ തുടർ നടപടികൾ വേണമെന്ന് പറയും. അന്ന് ബേക്ക് രാത്രി ഒരുത്തനെ അടിച്ചിട്ട് ബോധം കെടുത്തിയില്ലേ? ആ രാത്രിയിലുള്ള CCTV ചെക്ക് ചെയ്യുമ്പോൾ ഇവരന്ന് കെട്ടിയിട്ടവനെ അവൻ്റെ ആളുകൾ വന്ന് കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് യൂട്ടെ അല്ലേ? ആണല്ലോ. അപ്പോൾ ആരെ യൂട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഒരു വള്ളി കേസാണ്. ഇപ്പോൾ അടുത്താണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത്. ഇവർക്കൊരു ബോസ് ഉണ്ടായിരുന്നല്ലോ, സിയോക്ക് എന്ന് പറഞ്ഞിട്ട്. അയാളുടെ ഗ്ലോറി ഗ്യാങ്ങിലുള്ളതാണ് ഇവൻ. നീ ഡിറ്റക്റ്റീവ് സിയോയുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു മാനേജർ ഗോങ്ങിനെ പിടിക്കാൻ നോക്കിയത് ഓർമ്മയുണ്ടോ? അതേ ഗോങ് തന്നെയാണ് ഈ ഗോങ് സിയോക്കും. ശേഷം ലീ സിയോനെ വിളിച്ച് ആ ഗോങ് സിയോക്ക് ഇപ്പോൾ എവിടെയുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ നീ സസ്പെൻഡ് ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ, പക്ഷെ ഞാൻ വേണ്ടാത്തൊന്നും ചെയ്യില്ല എന്ന് പറയും. സിഒ ആ മൂൺബേക്കിനെ പറ്റി കാര്യമായി ഒരു ഡീറ്റെയിൽസും കിട്ടിയിട്ടില്ലെന്നും പറയുന്നു. ആ നേരത്താണ് അവിടേക്ക് ജിയോങ് വരുന്നത്. ലീ, എനിക്കൊരു ഉപകാരം ചെയ്യൂ. ഞാൻ പറയുന്ന ആളുടെ എല്ലാ ഡീറ്റെയിൽസും കണ്ടുപിടിച്ചു തരാമോ എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായും സാർ, എന്തായാലും അന്വേഷിക്കാമെന്ന് പറയും. ലീ കൊടുത്തത് മൂൺബേക്കിനെ പറ്റിയായിരിക്കും. ശേഷം ലീ നേരെ ഗോങ് സിയോക്കിൻ്റെ അടുത്തേക്ക് ചെല്ലും. അവിടെ മുഴുവൻ അവൻ്റെ ആളുകൾ വളയും. അത് കുഴപ്പമില്ല, കടത്തിവിടെന്ന് പറയും. നീ എന്താ ഇവിടെ? മാനേജർ ഗോങ്, നിങ്ങൾക്ക് ഗൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടപാടുണ്ടോ? അവൻ ചിരിച്ചുകൊണ്ട്. ഇത് ചോദിക്കാനാണോ നീ ഇവിടെ വരെ വന്നത്? നീ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെ നോക്ക്. ആരുടെ അടുത്തേലും ഗണ്ണുണ്ടോ? അപ്പോൾ ലീ യൂട്ടയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഇവനെ അറിയോ എന്ന് ചോദിക്കും. അറിയില്ലെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കറിയാം, അവൻ നിനക്ക് വേണ്ടി പണിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും പറയാനുമില്ല. ലീ, ഞാൻ എന്തേലും കണ്ടെത്തി നീ നുണ പറയുകയാണെന്ന് എനിക്ക് മനസ്സിലായാൽ, നിനക്ക് തോക്കിൻ്റെ ഇടപാട് ഉണ്ടെന്നറിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാന്നറിയാലോ എന്ന് പറഞ്ഞ് അവൻ പോകും. എന്നിട്ട് സിയോക്ക് ആ ഫോട്ടോ നോക്കി എന്നാലും ആരാണിവൻ എന്ന് ചിന്തിച്ചിരിക്കും. കാരണം ജോങ്മാൻ്റെ ആളായിരിക്കുമല്ലോ ഇവൻ. ഇവന് വേണ്ടി ഒരുപാട് പണിയെടുത്തിട്ടുണ്ടെങ്കിലും അവൻ്റെ ടീമിലുള്ള ആൾക്കാരെ പോലും ഇവൻ അറിയുന്നുണ്ടാവില്ല. ശേഷം ലീ മൂൺബേക്കിൻ്റെ കാർഡും കൊണ്ട് അവൻ വർക്ക് ചെയ്യുന്നിടത്തേക്ക് പോകും. അവിടുന്ന് അവനെ കിട്ടില്ല. എന്നിട്ട് അവൻ്റെ അഡ്രസ്സിലേക്ക് ചെല്ലും. ബേക്കിനെ വിളിച്ച് ഒന്ന് കാണണം, കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തു. ശേഷം ജോങ്മാൻ്റെ താവളമാണ് കാണിക്കുന്നത്. അവിടെ തന്നെ മറ്റവനും ഉണ്ടാവും, മിസ്റ്റർ കിം. അന്ന് അവനെ അടിച്ച് ബോധം കെടുത്തി എന്നല്ലാതെ കൊന്നിട്ടുണ്ടാവില്ല.
കാരണം ഗോങ്സിയോക്ക് ഇവരെ ചതിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. ഇയാളാണല്ലോ അവർക്ക് വേണ്ട ഗൺസ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത്. തോക്കുകൾ പാഴ്സലുകളായി എങ്ങനെ എത്തിക്കുന്നുവെന്ന് മിസ്റ്റർ കിം അവരോട് പറയുന്നു. ചുമതലയുള്ള ആളുകളുടെ കൈവശം ഒരു ട്രക്ക് തോക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷെ പകുതി മിസ്റ്റർ കിമ്മിന് നൽകി. ടെലിഗ്രാം വഴി മാത്രമാണ് അവർ ബന്ധപ്പെട്ടത്. ഇനി ആ സ്റ്റോറേജ് റൂമിൽ കയറിയോന്ന് ചോദിക്കുമ്പോൾ പറ്റിയില്ല, അത് ലോക്കായിരുന്നെന്ന് പറയും. തോക്കുകൾ ഇപ്പോഴും സ്റ്റോറേജ് റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്, അത് പൊളിച്ച് അതിൽ നിന്ന് തോക്കെടുക്കണമെന്ന് പറയും. അപ്പോൾ ജോങ് മാനും അത് ശരിയാണെന്ന് തോന്നും. അതിനായി അവൻ്റെ ആൾക്കാരെ മൊത്തം അയക്കും. ശേഷം ഗ്യൂജിൻ ക്യാൻറ്റീനിലിരുന്ന് ഫുഡ് കഴിക്കാൻ. ഈ പയ്യൻ്റെ പേര് ഗ്യൂജിൻ എന്നായിരിക്കും കേട്ടോ. അവിടേക്ക് ആ ബുള്ളീസ് വന്ന് വീണ്ടും അവനെ ഉപദ്രവിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് ഇതൊക്കെ ആലോചിച്ച് പ്രാന്തായി നിൽക്കുകയാണ്. പതിവ് പോലെ അവൻ്റെ കൂട്ടുകാരനെ സാധനം വാങ്ങാൻ പറഞ്ഞയച്ചിട്ടുണ്ട്. അവന് ആ ബുള്ളീസിൻ്റെ ഒരുപാട് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവനാകെ എന്തോ പോലെ ആയി വരുന്നുണ്ട്, ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അങ്ങനെ പുറത്തേക്ക് പോകുമ്പോഴാണ് ഒരാൾ ഒരു പെട്ടിയുമായി അവിടേക്ക് വരുന്നത്. ഇവൻ ആ റൂമിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട അയാൾ, ഈ പെട്ടി നിങ്ങളുടെ റൂം നമ്പറിലേക്ക് ഉള്ളതായാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ആ പെട്ടി അവന് കൊടുക്കും. ഇവനത് തുറന്നു നോക്കുമ്പോൾ അതിലൊരു ഗണ്ണായിരിക്കും. ഇതാരോ കണ്ടെറിഞ്ഞ് അവൻ അയച്ചതായിരിക്കും. ശേഷം ലീ ബെയ്ക്കിനെ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് മീറ്റ് ചെയ്യും. ലീ മൂൺ ബെയ്ക്കിനെ കാണുകയും തോക്കിനെയും വെടിയുണ്ടകളെയും കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. എന്തിനായിരുന്നു നീ എന്ന് തോക്കന്വേഷിച്ച് പാർക്കിൻ്റെ വീട്ടിലെത്തിയത്? അപ്പോൾ സ്വയം വെടിവെച്ച് ചാവാൻ വേണ്ടിയായിരുന്നു. അവന് ക്യാൻസർ ഉണ്ടെന്നും ഡോക്ടർമാർ പറയുന്നത് 6 മാസമോ അതിൽ കുറവോ മാത്രമേ ജീവിക്കാൻ കഴിയൂ എന്നാണ്. 3 സർജറി നടത്തിയിട്ടുണ്ടെന്ന് കാണിക്കുന്ന മുറിവുകൾ അവൻ ലീയെ കാണിക്കുന്നു. വെടിയുണ്ടകൾ എങ്ങനെ ലഭിച്ചു എന്നതിനെക്കുറിച്ച് അവൻ പറയുന്നത് ഓൺലൈനിൽ നോക്കിയപ്പോൾ ഫ്രീ ആയി തോക്കുകൾ കിട്ടുന്ന ഒരു സൈറ്റ് കണ്ടുവെന്നും അത് വാങ്ങാൻ ക്ലിക്ക് ചെയ്തെന്നുമാണ്. പാർസൽ ലഭിച്ചതിന് ശേഷം സൈറ്റ് അപ്രത്യക്ഷമായി. അഡ്രസ്സൊക്കെയുള്ള പട്ടികയെ സംബന്ധിച്ചിടത്തോളം മൂൺ ബേക്ക് പറയുന്നത് താൻ അത് വലിച്ചെറിഞ്ഞു. പക്ഷെ അതിലുള്ള അഡ്രസ്സ് എല്ലാം മനഃപ്പാടമാക്കിയെന്നാണ്. ആ അഡ്രസ്സ് ഏതൊക്കെയെന്ന് എഴുതാൻ ലീ ആവശ്യപ്പെടുന്നു. അതിലൊന്ന് മിസ്സിസ് ക്യൂങ് സിക്വിൻ്റെതാണ്. അത് ലീക്ക് പരിചയമുള്ള ഒരു അമ്മമ്മയായിരിക്കും. ക്യൂങ് സിക്വിൻ്റെ പേര് കണ്ടയുടനെ ലീ പുറത്തേക്ക് ഓടുന്നു. മൂൺബേക്ക് അവനെ പിന്തുടരുന്നു. വഴിയിൽ അവൻ ക്യൂങ് സിക്വിനെ വിളിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ അവർ കോൾ എടുക്കുന്നില്ല. ഈ സമയത്ത് മകൻ്റെ മരണശേഷം തന്നെ അവഗണിക്കുന്ന സിഇഒയെ അവൾ നേരിടുന്നു. സിഇഒ ഇപ്പോഴും അഹങ്കാരിയാണ്. തൻ്റെ ഡ്രൈവറോട് അവളെ ഇടിച്ചു കയറ്റാൻ പറയും. എന്നാലും അവർ മാറുന്നുണ്ടാവില്ല. പെട്ടെന്ന് അവരുടെ ജാക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു തോക്കെടുക്കുന്നു. ഈ ഗൺ അവർ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോൾ പെട്ടിയിലായി അവരുടെ വീടിൻ്റെ മുമ്പിലായി കൊണ്ടുവച്ചതായിരിക്കും. ഇതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ മകൻ ഇയാളുടെ കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത്. ഇയാളാണ് സിഇഒ. അവരുടെ മകൻ കുറഞ്ഞ ശമ്പളത്തിന് കമ്പനിയിൽ അപകടകരമായ ഒരു ജോലിയിൽ പ്രവേശിച്ചു. ഒരു അപകടം സംഭവിച്ചു, അയാൾ മരിച്ചു. കമ്പനി ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയോ ക്ഷമാപണം നടത്തുകയോ ചെയ്തില്ല. അതിന് നീതി കിട്ടാൻ കുറേ അലഞ്ഞു, പക്ഷെ ഇയാൾ അവരെ അവഗണിച്ചു. അങ്ങനെ അയാളെ വെടിവെച്ച് വീഴ്ത്തും. നിങ്ങൾ പൈസ ലാഭിക്കാൻ അവനെ കൊണ്ട് ഓവർ വർക്ക് ചെയ്യിച്ചു, എന്നിട്ട് അയാളെ കൊല്ലുന്നു. എന്നിട്ട് ലീ വിളിക്കുമ്പോഴായിരിക്കും അവർ ഫോൺ എടുക്കുന്നത്. എനിക്കിപ്പോൾ നീതി കിട്ടിയെന്ന് പറയുന്നു. അങ്ങനെ വീട്ടിലെത്തി കുറച്ച് കഴിയുമ്പോൾ യൂട്ടെ അവിടേക്കെത്തും. എവിടേക്കൊരു ഗണ്ണ് വന്നിരുന്നല്ലോ, അതെവിടെയെന്ന് ചോദിക്കും. ശേഷം ലീ ആ അമ്മമ്മയുടെ വീടിൻ്റെ മുമ്പിലെത്തി കോൾ ചെയ്യും, പക്ഷെ എടുക്കുന്നില്ല. കോൾ ചെയ്യുന്ന സൗണ്ട് അവൻ കേൾക്കുന്നുണ്ട്. ഡോർ ലോക്ക് ചെയ്യാത്തതുകൊണ്ട് അതിനകത്തേക്ക് കയറുന്നു. അതിനകത്ത് വേറെ ആരോ ഉണ്ടെന്ന് അവന് മനസ്സിലാവും. പെട്ടെന്നൊരു കത്തി പിടിച്ചിരിക്കുന്ന റിഫ്ലക്ഷൻ കാണും. പുറത്ത് ഇവനെയും കാത്ത് മൂൺ ബേക്കുണ്ട്. അവിടെ ഇരുന്ന് ബോറടിക്കുമ്പോൾ അവൻ നേരെ ചെന്ന് പുറത്തുള്ള ജോങ്മാൻ്റെ ആൾക്കാരുള്ള വാന് തുറക്കും. ആരടാ നീ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളോട് ആരാ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറഞ്ഞ് വേറെ വണ്ടികൾക്കൊന്നും പോവണ്ടേ എന്ന് ചോദിക്കും. ശേഷം യൂട്ടെ ലീയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് അവൻ്റെ ഒരു ഫോട്ടോ എടുത്ത് പുറത്തുള്ള അവൻ്റെ ആളുകൾക്ക് അയച്ചു കൊടുക്കും. ഇത് മൂൺ ബേക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇവന്മാർ ഉള്ളിലുള്ള അവന്മാരുടെ ആൾക്കാരാണെന്ന് ബേക്കിന് മനസ്സിലാവും. അവൻ അതിൻ്റെ ഡോറ് ശക്തിയിൽ വലിച്ചടച്ച് അവിടുന്ന് പോകും. ഇത് കണ്ട് ദേഷ്യം വന്ന ഇവന്മാർ അവൻ്റെ പിന്നാലെ പോകുന്നു. അവൻ കാറെടുത്ത് അവർക്ക് പിടികൊടുക്കാതെ അവിടുന്ന് പോകും. ലീ ഉള്ളിടത്ത് വേറെയും ആൾക്കാരുണ്ടാവും. ഈ ഗൺ ഞാൻ ട്രിഗർ വലിച്ച നിന്റെ തല ചിതറുമെന്ന് പറയുമ്പോൾ ലീ ആ ഗൺ കൈക്കലാക്കുന്നു. ഇവിടെ പുറത്ത് ബേക്ക് അവന്മാരുടെ മുന്നിലിട്ട് കാറും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ലീ ആ ഗണ്ണിലുള്ള ബുള്ളറ്റ്സ് എല്ലാം കളയും.
അവിടുന്ന് യൂട്ടെ പുറത്തുള്ളവരെ അകത്തേക്ക് വിളിക്കും. അങ്ങനെ അവന്മാരെയൊക്കെ അടിച്ചിട്ട് ആ അമ്മമ്മയെ കണ്ടെത്തും. അങ്ങനെ പുറത്തുള്ളവർ ടൂൾസ് എടുത്ത് കയറാൻ നിൽക്കുമ്പോൾ പിന്നെയും മറ്റവൻ വരികയാണ്, ആ ബേക്ക്. ഇരുന്ന് ഹോണടിക്കും. അങ്ങനെ വണ്ടി നേരെ കൊണ്ടുപോയി ഇടിക്കാൻ പോകും. പക്ഷെ ഇടിക്കില്ല. അവന്മാരെങ്ങനെ വട്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ലീയും ബേക്കും അവരെ മാറി മാറി അടിക്കുന്നതായി കാണിക്കും. അങ്ങനെ ബേക്ക് അവന്മാരെ അടിച്ചൊരു വഴിയാക്കും. ലീ യൂട്ടേക്ക് നല്ല രീതിക്ക് തന്നെ കൊടുക്കും. എന്നിട്ട് അവൻ്റെ കാലൊടിക്കും. അങ്ങനെ ആ അമ്മമ്മയും കൊണ്ട് അവൻ പുറത്തേക്ക് വരും. ബേക്ക് അപ്പോഴേക്കും കാറുമായി എത്തും. അവർക്ക് പരിക്ക് പറ്റിയത് കൊണ്ട് തന്നെ നേരെ ഹോസ്പിറ്റലിലേക്കായിരിക്കും ചെല്ലുന്നത്. ഓപ്പറേഷൻ റൂമിലേക്ക് കൊണ്ടുപോകും അവരെ. അതും നോക്കി നിൽക്കുന്ന ലീയെയും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡിൽ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.